പാലയൂർ പള്ളി പെരുന്നാളിന് ആദ്യമായിട്ട് പോവാണ്. നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് താഴെ പറയുക. അപ്പോൾ നമ്മളെന്തായാലും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ പാലയൂർ പള്ളിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ തോമാസ് ലീഗയുടെ വലിയൊരു പ്രതിമ കാണാം. അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ പള്ളി. പള്ളിയിൽ കുരുത്തോലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു ഗോൾഡൻ തോമാസ് ലീഗ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇത് പള്ളിയുടെ മെയിൻ കവാടം ഇതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് ഒന്നുകൂടി സെറ്റപ്പ്. മറ്റിടത്ത് അത്ര സെറ്റപ്പ് ഇല്ലയെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ പ്രദക്ഷിണം പുറത്തേക്ക് ഇറങ്ങാണ്. പ്രദക്ഷിണം പുറത്തിറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ കുരിശുകളും കുറേ വർണ്ണക്കുടകളും എല്ലാമായിട്ട് നമ്മുടെ പാലയൂർ പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കാണാൻ നമുക്ക്. അങ്ങനെ പ്രദക്ഷിണം പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ മെല്ലെ പള്ളിയുടെ അകത്തേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു തിരക്ക് കുറവൊക്കെ ഉണ്ട്. എല്ലാവരും പ്രദക്ഷിണത്തിൻ്റെ കൂടെ പോയല്ലോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്ത് കയറി. അപ്പോൾ പാലയൂർ പള്ളിയുടെ ഉൾഭാഗം കുറേ മുന്നേ കണ്ടതാണ്. പിന്നെ കുറേ കാലം ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞു. AD 52 തോമാസ് ലീഗ സ്ഥാപിച്ച കുരിശാണുണ്ടത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ പള്ളിക്ക് ചുറ്റും നടന്നു. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ആനയുമായിട്ട് ഒരു ടീം വരുന്നു. ഈ ആനയുമായി വരുന്ന ടീമുകൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറില്ല. അവർ പുറത്തുനിന്ന് ബാൻഡ് സെറ്റ് കൊട്ടിയിട്ട് പോകണം. അപ്പോൾ അവർക്കൊക്കെ വ്യത്യസ്തപരമായ സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രദക്ഷിണം തിരിച്ചു വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ അതൊന്ന് കാണാം. ഈ സ്വർണ്ണ കുരിശുകളെല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് തോന്നി ആ പള്ളിയുടെ അപ്പുറത്തുനിന്ന് ഡോറിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഷോട്ട് വെച്ച് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ പോയിട്ടെടുത്തൊരു വിഷ്വലാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയും. എനിക്ക് ഒരു ഭയങ്കര സംഭവം ഞാൻ പ്രതീക്ഷിച്ച് പോയി. അത് പക്ഷേ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടി, പക്ഷേ കിട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു 50-50 ആയിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട്. ദെൻ നമ്മളവിടുന്ന് പ്രദക്ഷിണം വന്ന് കയറുന്നതോടുകൂടി നേരെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പിന്നെയും ചെല്ലുകയാണ്. ഫീൽ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിട്ടുണ്ട് കൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കിടന്ന് പിന്നെ ഫുൾ പ്രദക്ഷിണം പോകണം എടുക്കാനുള്ള പരിപാടിയിൽ ചെല്ലുകയാണ്. വർണ്ണക്കുടകൾ വെള്ളിയല്ല വർണ്ണം. പ്രതിഷ്ഠത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ
അങ്ങനെ പാലൂർ പള്ളിയിലത്തെ വർണ്ണമഴ പൊട്ടി വിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞേ. പക്ഷെ എനിക്ക് അത്ര വലിയൊരു സംഭവമായിട്ടില്ല. വർണ്ണമഴ എന്നൊക്കെ വിചാരിച്ചപ്പോൾ കുറേ അധികം അമുട്ടുകൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അമുട്ടുകൾ വിരിയുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ. അത്രയധികം അമുട്ടുകളൊന്നും കാര്യമായിട്ട് പൊട്ടിച്ചില്ല, എന്താണെന്നറിയില്ല, ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നവതാര ടീം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പാട്ട് കയറി പ്രത്യേക രസമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആൾ കുടിക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ഒരു സെറ്റപ്പ്. അവർ നല്ല പെർഫെക്ഷനായിട്ട് വായിക്കുന്നതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയൂ. ഇതന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഒരു കാറിൻ്റെ ഇടയിൽ പാമ്പിനെ ഉണ്ടെന്നുണ്ട്. പിള്ളേർ ഭയങ്കര സീൻ. പെരുന്നാളിടയിൽ ഒരു പാമ്പ് പെരുന്നാൾ വന്നിരിക്കുകയാണ്. നമ്മുടെ വേൻസെറ്റ് ചേട്ടന്മാർ നിൽക്കുന്നു. അങ്ങനെ പാമ്പിൻ്റെ കാര്യം തീരുമാനമാക്കിയിട്ട് നേരെ സ്റ്റേജിലേക്ക് ബാൻസെറ്റുകാർ കയറാൻ പോവാണ്. ഇനി ഒരേ സമയം പള്ളിയുടെ ഓരോ ഭാഗത്തുനിന്നും ഓരോ സ്റ്റേജിൽ ബാൻസെറ്റുകാരുടെ എന്താ പറയുക ഫുൾ ഷോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ സ്റ്റേജും നടന്നു പോയിട്ട് എടുത്ത് സെറ്റപ്പാക്കി. അപ്പോൾ എൻ്റെ കൂടെ വന്ന 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ രണ്ടാളും അവിടെ പള്ളിയിലുള്ള സ്റ്റേജിൽ തന്നെ നിലകൊണ്ടുവെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അവിടെ മൊത്തത്തിൽ പറന്ന് നടന്ന് കവർ ചെയ്യാന്നൊക്കെ പറയില്ല, അതേപോലെ ആയിരുന്നു. എല്ലായിടത്തും പോയിട്ട് ചെറിയ ചെറിയ ഷോട്ടുകൾ എടുത്തിട്ട് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പള്ളി കോമ്പൗണ്ടിൽ അതേപോലെ ഇതേപോലെ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗെയിമൊക്കെ കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു മൈൻഡ് പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് ജസ്റ്റ് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ ഞങ്ങളവിടെ നേരെ തിരിക്കുകയാണ് ഗൈസ്. ഏകദേശം 11 മണിയോട് കൂടി ഞങ്ങൾ നമ്മുടെ പാലയൂരിനോട് വിട പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കൊല്ലം പാലയൂർ പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ താഴെ പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.